ഭരണം തിരിച്ചു പിടിച്ചില്ലെങ്കിൽ ഇനിയൊരു മടങ്ങി വരവ് UDF-ന് ഉണ്ടാവില്ല. UDF എന്ന പ്രസ്ഥാനം തന്നെ പിരിച്ചുവിടേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് വളരെ ശ്രദ്ധാപൂർവം കരുക്കൾ നീക്കുന്നു. പഴയ മുഖങ്ങൾക്കൊപ്പം യുവ സ്ഥാനാർത്ഥികൾക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി ലിസ്റ്റ് അനൗദ്യോഗികമായി പുറത്തിറങ്ങിയിരിക്കുന്നു. കോൺഗ്രസിൻ്റെ കോൺഗ്രസിൻ്റെ തന്ത്രജ്ഞനായ സുനിൽ കനകൂലുവും AICC-യും ഒക്കെ ചേർന്നാണ് യുവതാരങ്ങൾക്ക് അല്ലെങ്കിൽ യുവരക്തങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള സ്ഥാനാർത്ഥി ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ആ സ്ഥാനാർത്ഥി ലിസ്റ്റാണ് പൊളിറ്റിക്സ് കേരള പുറത്ത് വിടുന്നത്. അതിലേറ്റവും പ്രധാനം ആറന്മുളയാണ്. ആറന്മുള യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കി വീണ ജോർജിനെതിരെ മത്സരിക്കും. മലങ്കര സഭയുടെ അംഗങ്ങളാണ് രണ്ടുപേരും. അതുകൊണ്ട് തന്നെ ആറന്മുളയിൽ അബിൻ വർക്കിക്ക് നറുക്ക് വീണിരിക്കുന്നു. പോരാട്ടം തീപാറും. അടൂരിൽ പെങ്ങളൂട്ടി രമ്യ ഹരിദാസ് മത്സരിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. അടൂരിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ ആറ്റിങ്ങൽ, ഈ രണ്ട് മണ്ഡലമാണ് രമ്യ ഹരിദാസിനായി പരിഗണിക്കുന്നത്. ആറ്റിങ്ങലിൽ രമ്യ ഹരിദാസിന് പ്രാദേശികമായി എതിർപ്പുണ്ട്. RSPയിൽ നിന്നും ആറ്റിങ്ങൽ സീറ്റ് പിടിച്ചെടുത്ത് കോൺഗ്രസ് തന്നെ ഇത്തവണ അവിടെ മത്സരിക്കും. എന്തായാലും അടൂര് അല്ലെങ്കിൽ ആറ്റിങ്ങൽ രമ്യ ഹരിദാസ് മത്സരിക്കും. പാലക്കാട് സന്ദീപ് വാര്യരാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി. അത് ഉറപ്പായി കഴിഞ്ഞു. BJP-യിൽ നിന്ന് കോൺഗ്രസിലേക്ക് എത്തിയ സന്ദീപ് വാര്യർ പാലക്കാട് കോൺഗ്രസിന് വേണ്ടി മത്സരിക്കും. തൃത്താലയിൽ VT ബൽറാം വീണ്ടും മത്സരിക്കും. ചിറ്റൂരിൽ സുമേഷ് അച്യുതൻ, മുമ്പത്തെ MLA അച്യുതൻ്റെ മകനായ സുമേഷ് അച്യുതൻ വീണ്ടും മത്സരിക്കും. പട്ടാമ്പിയിൽ റിയാസ് മുക്കോളിയാണ് സ്ഥാനാർത്ഥി. നാദാപുരം CPI-യുടെ മണ്ഡലമായ നാദാപുരത്ത് കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത് KSU നേതാവൊക്കെയായിരുന്ന KM അഭിജിത്താണ്. ഒല്ലൂരിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷാണ് സ്ഥാനാർത്ഥി. ചെങ്ങന്നൂരിൽ യൂത്ത് കോൺഗ്രസ് നേതാവായ ബിനു ചുള്ളിയിൽ മത്സരിക്കും. കായംകുളത്ത് അരിത ബാബു തന്നെ വീണ്ടും മത്സരിക്കും. അരിത ബാബുവിനെ വീണ്ടും മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു. കുണ്ടറ യുവ കോൺഗ്രസ് നേതാവായ സിറ്റിംഗ് MLA ആയ PC വിഷ്ണുനാഥാണ് മത്സരിക്കുന്നത്. കൊല്ലത്ത് ബിന്ദു കൃഷ്ണയുടെ പേരിനാണ് മുൻതൂക്കമെങ്കിലും സൂരജ് രവി മത്സരിക്കാനുള്ള സാധ്യതയും ഉണ്ട്. കരുനാഗപ്പള്ളിയിൽ സിറ്റിംഗ് MLA CR മഹേഷ് മത്സരിക്കും. പത്തനാപുരത്താണ് സർപ്രൈസ് സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് ഇറക്കിയിരിക്കുന്നത്. പത്തനാപുരത്ത് ഗണേഷ് കുമാറിനെ നേരിടാൻ കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥി ജ്യോതികുമാർ ചാമക്കാട് തന്നെ വരുമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പോൾ ജ്യോതി വിജയകുമാറാണ് അവിടെ മത്സരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗമൊക്കെ തർജ്ജമ ചെയ്യുന്നത് ജ്യോതി വിജയകുമാറാണ്. ഗ്ലാമർ താരത്തെ തന്നെ പത്തനാപുരത്ത് ഗണേശനെ നേരിടാൻ കോൺഗ്രസ് ഉപയോഗിച്ചിരിക്കുന്നു. ജ്യോതി വിജയകുമാറിനെ നിർദ്ദേശിച്ചത് രാഹുൽ ഗാന്ധി തന്നെയാണ് എന്നുള്ളതാണ് സൂചന. കളമശ്ശേരിയിൽ എറണാകുളം DCC അധ്യക്ഷനും VD സതീശന്റെ വിശ്വസ്തനുമായ മുഹമ്മദ് ഷിയാസ് മത്സരിക്കും. കൊച്ചിയിൽ ടോണി ചമ്മിണി. തൃപ്പൂണിത്തുറയിൽ ഗ്ലാമർ താരത്തെ ഇറക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. അവിടെ രമേശ് പിഷാരടി, സിനിമാ താരം രമേശ് പിഷാരടി മത്സരിക്കും. ചേർത്തല S ശരത്തിന് വീണ്ടും മത്സരിക്കാനുള്ള അവസരം നൽകും. അരൂരിൽ ഷാനിമോൾ ഉസ്മാനും വീണ്ടും മത്സരിക്കാനുള്ള അവസരം കോൺഗ്രസ് നൽകും. കോഴിക്കോട് നോർത്തിൽ വിദ്യാ ബാലകൃഷ്ണനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി.
നിലമ്പൂരിൽ നിലവിലെ MLA ആര്യാടൻ ഷൗക്കത്ത് തന്നെ മത്സരിക്കും. തിരുവമ്പാടിയിൽ KSU നേതാവും യൂത്ത് കോൺഗ്രസ് നേതാവും ഒക്കെയായ VS ജോയിക്കാണ് മുൻഗണന. പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ തന്നെ മത്സരിക്കും. ഇടുക്കിയിൽ അഡ്വക്കേറ്റ് അശോകനാണ് മത്സരിക്കുന്നത്. വയനാട് T സിദ്ദീഖ് മത്സരിക്കും. ധർമ്മടത്ത് കഴിഞ്ഞ തവണ മത്സരിച്ച സജി മറോളിയുടെ പേരിനാണ് മുൻതൂക്കം. അവിടെ റിജിൽ മാങ്കുറ്റി മത്സരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. ചുരുക്കത്തിൽ പുതുമുഖങ്ങൾക്ക് ഒരുപാട് അവസരം നൽകിക്കൊണ്ടുള്ള ലിസ്റ്റാണ് കോൺഗ്രസ് പുറത്ത് ഇറക്കിയിരിക്കുന്നത്. അതോടൊപ്പം പഴയ മുഖങ്ങളും മത്സരിക്കും. പേരാവൂരിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫാണ് മത്സരിക്കുന്നതെങ്കിൽ വട്ടിയൂർക്കാവ് K മുരളീധരനാണ് മത്സരിക്കുന്നത്. പറവൂരിൽ BD സതീശനും ഹരിപ്പാട് രമേശ് ചെന്നിത്തലയും മത്സരിക്കും. നിലവിലെ MPമാർക്ക് സീറ്റ് മത്സരിക്കേണ്ടതില്ല എന്ന ഹൈക്കമാൻഡിൻ്റെ തീരുമാനം ശ്രദ്ധേയമാണെങ്കിലും നേമം മണ്ഡലത്തെ ആസ്പദമാക്കി ശശി തരൂർ മത്സരിക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്ത് വരുന്നുണ്ട്. നേമം BJP ഏറെ പ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ്. ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസ് അടിമുടി നവീകരിക്കപ്പെടുകയാണ്. അടിമുടി നവീകരിച്ചുകൊണ്ട് ഒരു പുതുതലമുറ കൈമാറ്റം കോൺഗ്രസിൽ സംഭവിക്കുന്നു. വളരെ ശ്രദ്ധാപൂർവമാണ് ഓരോ സ്ഥാനാർത്ഥികളെയും കോൺഗ്രസ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അബിൻ വർക്കിയൊക്കെ കോൺഗ്രസിൻ്റെ തുറുപ്പ് ചീട്ടുകളാണ് ഇക്കുറി. സന്ദീപ് വാര്യർ കോൺഗ്രസിൻ്റെ മറ്റൊരു തുറുപ്പ് ചീട്ട്. എന്തായാലും ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെ കോൺഗ്രസ് മത്സരിപ്പിക്കാൻ ഇറക്കുന്നു, അതും യുവ സ്ഥാനാർത്ഥികളെ. ഇത്രയും യുവ സ്ഥാനാർത്ഥികൾ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ മത്സരിച്ചിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയം. അതോടൊപ്പം പഴയ മുഖങ്ങൾക്കും കോൺഗ്രസ് മുൻതൂക്കം നൽകുന്നു. പഴമയും പുതുമയും ഒത്തുചേർന്ന സ്ഥാനാർത്ഥി ലിസ്റ്റ്, ഇതാണ് കോൺഗ്രസിൻ്റെ ഇത്തവണത്തെ പ്രത്യേകത. ഗ്രൂപ്പ് കളികൾക്ക് സ്ഥാനമില്ല എന്ന് ഈ സ്ഥാനാർത്ഥി ലിസ്റ്റ് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഗ്രൂപ്പ് കളികൾക്ക് അപ്പുറം ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെയാണ് തീരുമാനിച്ചിരിക്കുന്നത് കോൺഗ്രസ്. യുവാക്കൾ മത്സരരംഗത്തേക്ക് വരുമ്പോൾ അത് ഇടതുമുന്നണിക്ക് കനത്ത വെല്ലുവിളി ഉയർത്തും എന്നതിൽ യാതൊരു സംശയവുമില്ല.